അല്ല, എൻ്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എൻ്റെ പേര് വെച്ച്. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എൻ്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാകുമ്പോൾ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തു പോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടെന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊരു എൻ്റെ വീടല്ലേ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകളാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത് അദ്ദേഹം വന്നോന്നിരിക്കുന്നത്. എന്തൊരു മര്യാദയാണ്. നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു. ഞാനുള്ള സമയത്ത്, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണ്ടേ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത് അല്ലേ? ഗവൺമെൻറ്റാണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിൻ്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണ് അവർ. അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ്. അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകളെടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ്. അപ്പോൾ കേസ് പിൻവലിക്കണ്ടേ? പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ കിട്ടിയ ആളുകളാണ്. അപ്പോൾ അതൊക്കെ തള്ളിപ്പറയണ്ടേ? അതെല്ലാം തള്ളിപ്പറയണ്ടേ? ദേവസ്വം ബോർഡാണ്. ഈ മറ്റങ്ങ് ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ ആരോപണമായ ചോദ്യങ്ങൾ ഉന്നയിക്കാം, ഈ ഫണ്ടിന്റെ കാര്യത്തിലായിരുന്നാലും ഈ കേസിന്റെ കാര്യത്തിലും. പക്ഷെ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ഭക്തജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്തുകൊണ്ടാണ് പ്രതിപക്ഷം വിട്ടുനിൽക്കാനുള്ള തീരുമാനം? അതിന് രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്. അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. സർക്കാരല്ലേ അവിടെ നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ പുറകിൽ. അവരാണല്ലോ എല്ലാത്തിൻ്റെയും പുറകിൽ. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു. ഞങ്ങളെ UDF നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു. ഇവർ പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ. അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി, മതിൽ കെട്ടി, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി. ഞങ്ങളെ പിന്തിരിപ്പന്മാരെ ആക്കിയില്ലേ? മറുപടി പറയണ്ടേ ഇപ്പോൾ?